الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗം കഴിഞ്ഞു പോകുന്നതിന്റെ സൂചകങ്ങളാണ് പുതുവർഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ചുമരിലെ കലണ്ടറുകൾ, ക്ലോക്കുകൾ, കയ്യിലെ വാച്ച്, സമയമറിയാൻ നമ്മൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ആയുസ്സിനെ കൂടി സൂചിപ്പിക്കുന്നതും നമ്മുടെ ആയുസ്സിലെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മളെ ഉണർത്തുന്നതുമായ ചിഹ്നങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസിക്ക് ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാവേണ്ട നിലപാടുകൾ എന്ന് പറയുന്നത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ,
നാളെയുള്ള എൻ്റെ ജീവിതത്തിന് വേണ്ടി, ശാശ്വതമായ പാരത്രികമായ ജീവിതത്തിന് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ, മനസ്സിലാക്കട്ടെ, ചിന്തിക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കാൻ, നമ്മളെ ഇടപാടുകളെ ക്രമീകരിക്കാനും, നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കുവാനുമെല്ലാമുള്ള സന്ദർഭങ്ങളാണ് ഒരു കലണ്ടർ മാറ്റി വേറെ ഒരു കലണ്ടർ ചുമരിൽ തൂക്കുന്ന സന്ദർഭം എന്ന് പറയുന്നു. നമ്മൾ കൂടുതൽ ഖബറിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസിന്റെ സൂചകങ്ങളായി വർഷങ്ങൾ കടന്നുപോകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ ഫതകൂനു അസ്സനതു കശ്ശഹർ വയകൂനു അശ്ശഹറു കൽജുമുഅ വതകൂനു അൽജുമുഅതു കൽയൗം വയകൂനു അൽയൗമു കസ്സാഅ. അന്ത്യനാൾ അടുക്കുകയില്ല, കാലങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ടല്ലാതെ. വളരെ പെട്ടെന്ന് സമയം കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സന്ദർഭം വരാതെ ഒരിക്കലും അന്ത്യനാൾ അടുക്കുകയില്ല. ഫതകൂന അസ്സനതു കശ്ശഹർ, വർഷം ഒരു മാസം പോലെയാവും. വയകൂന അശ്ശഹറു കൽജുമുഅ, മാസം ഒരാഴ്ചയെ പോലെയാകും. വയകൂന അശ്ശഹറു കൽയൗം, മാസങ്ങൾ ദിവസം പോലെയാവും, ദിവസം ഒരു മണിക്കൂർ പോലെയാവും. ഇത് ഏതായാലും നമുക്ക് അധികം വിശദീകരിക്കാതെ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമായിലേക്ക് വന്നിരിക്കുമ്പോൾ ഇത്ര എളുപ്പം വെള്ളിയാഴ്ചയായോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. റമദാന് ഒരു 1.5 മാസം കഴിഞ്ഞാൽ നമ്മിലേക്ക് വരികയാണ്. ഇത്ര പെട്ടെന്ന് റമദാൻ വന്നോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതെ അന്ത്യനാളെത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് പറയുന്നു, മാമിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി യബ്ന ആദം. ഓരോ ദിവസവും മനുഷ്യനോട് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ ഉണ്ടാവുന്നില്ല ഓരോ പ്രഭാതവും. ആ പ്രഭാതം എന്താണ് വിളിച്ചു പറയുന്നത്? അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു പ്രഭാതമാണ്. വഅല അമലിക ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദു മിന്നി, എന്നെ നീ ഉപയോഗപ്പെടുത്തുക. ഫഇന്നി ഇദാ മദൈതു ഇല്ലാ അഊദ്, ഞാൻ തീർന്നുപോയാൽ, കഴിഞ്ഞുപോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. മനുഷ്യന്റെ ഓരോ സമയവും പുതിയതാണ്. നമുക്ക് തോന്നും നിലത്തെ പോലെ തന്നെയാണെന്നും എന്ന് തോന്നും. പക്ഷെ എല്ലാ സമയവും പുതിയാണ്. ഏതുപോലെ ഒഴുക്കുള്ള ഒരു നദി ഒരാൾക്ക് ഒരു തവണയെ മുറിച്ച് കടക്കാൻ പറ്റും. രണ്ടാമത് മുറിച്ച് കിടക്കുന്നത് വേറെ നദിയാണ്, വേറെ വെള്ളമാണ്. നമ്മൾ ഇന്നലെ മുറിച്ച് കടന്ന അതേ നദിയാണ്, അതേ സ്ഥലത്തൂടെയാണ് നിങ്ങൾ മുറിച്ച് കടന്നാലും വെള്ളം വേറെയാണ്. ഇതേപോലെയാണ് ദിവസങ്ങൾ, ഇതേപോലെയാണ് സമയങ്ങൾ, ഇതുപോലെയാണ് നമ്മുടെ ആയുസ്സിന്റെ ഓരോ ചീന്തുകളും. അപ്പൊ നമ്മോടെല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ പുതിയ ഒരാളാണ്, വേണമെങ്കിൽ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയാതെ ഒരു പ്രഭാതവും വരുന്നില്ല. പക്ഷേ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറതു ഖൈറും വഅബ്ഖ. എത്ര ഉപദേശങ്ങൾ കേട്ടാലും
എത്ര നന്നാവണമെന്ന് ആവർത്തിച്ച് ആര് പറഞ്ഞാലും അതിനെക്കുറിച്ച് ബോധവും വിചാരവുമുള്ള ആളുകളാണെങ്കിൽ പോലും തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിന് തന്നെയാണ് അവർ മുൻഗണന കൊടുക്കുക. പക്ഷെ മനസ്സിലാക്കണം, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, പരലോകമാണ് ശാശ്വതമായിട്ടുള്ളത്, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഭൗതിക ജീവിതത്തിന്റെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇല്ലാ മതാഉൽ ഗുറൂർ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുള്ള ഒരു ചരക്കാണ് ദുനിയാവ്. സൂക്ഷിച്ചിടപെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൽ ആണ്ടുപോകും, കാല് വലിക്കാൻ കഴിയില്ല, നിങ്ങളെ ചിന്തകൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല, നിങ്ങളെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ആ കെട്ടുപാടുകളിൽ നിന്ന് കുതറി മാറാൻ നിങ്ങൾ വിചാരിച്ചാലും സാധിക്കൂല. അങ്ങനെ നിങ്ങളെ വളരെ ശക്തിയോടുകൂടി അത് ആശ്ലേഷിക്കും. അപ്പൊ ഈ മുന്നറിയിപ്പ് ഖുർആൻ ഒന്നിലധികം തവണ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, മതാഉൽ ഗുറൂറാണ്. നിങ്ങൾക്ക് ചതി പറ്റാൻ, ഇടർച്ച പറ്റാൻ, പതർച്ച സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ദുനിയാവ്. സമ്പത്തുണ്ടാവും, സന്താനങ്ങളുണ്ടാവും, ഇടപാടുകളുണ്ടാവും, അതേപോലെ ഭൗതികമായി നമ്മളെ കെട്ടുപണഞ്ഞ് കിടക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഇതിലുണ്ടാവും. അത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അതിൽ ഇടപെട്ടില്ലെങ്കിൽ ആണ്ടുപോയ കാല് വലിച്ചെറിഞ്ഞു പോരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ജന്നത്തുൽ ബഖീല് ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് കയറി നിൽക്കും. സഹാബികളുണ്ടാവും. ഒരു തവണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, എത്രയെത്ര മനുഷ്യരാണ് ഈ ഖബർസ്ഥാനിലുള്ളത്, എത്രയെത്ര ആളുകളാണ്. ആ ആളുകള് നമ്മളെപ്പോലെ ആഗ്രഹവും വിചാരങ്ങളുമുള്ള തലച്ചോറുകളായിരുന്നു അവരുടെ. ദുനിയാവിൽ പ്രൗഢിയും പത്രാസും കാണിച്ച വസ്ത്രങ്ങളായിരുന്നു അവരുപയോഗിച്ചിരുന്നത്. അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങൾ എത്ര വേഗതയുള്ളതായിരുന്നു. പക്ഷെ ഒരാഗ്രഹവും ഇല്ലാതെ, ഒരു വാഹനത്തിന്റെ അകമ്പടിയുമില്ലാതെ, ശരീരത്തിന്റെ പ്രൗഢി ഒരു മനുഷ്യനും ആവശ്യമില്ലാത്ത അതിനിസ്സാരമായ വസ്ത്രങ്ങളുമായി യാത്ര പോയ മനുഷ്യരാണവർ. ഉരുമ്പിച്ചുപോയി അവരുടെ വസ്ത്രം, അവരുടെ പ്രതാപം, അവരുടെ യശസ് എല്ലാം ആളുകളുടെ ഓർമ്മകളിൽ മാത്രമായി തീർന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയും. ഈ ഖബർസ്ഥാന്റെ അടുത്ത് പോയി, നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കൂ, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് നിങ്ങൾ അത് ഓർമ്മിപ്പിക്കും. നമ്മളെ ഉപ്പയും ഉമ്മയും ബന്ധപ്പെട്ടവരൊക്കെ വിട പറഞ്ഞിട്ട് ഒരു വർഷമായി, എന്റെ ആയുസ് അവരിലേക്ക് എത്താനുള്ള സമയവും അടുത്തു. ഖബർ നമ്മൾ സന്ദർശിക്കുക. കാരണം വാപ്പാന്റെ സമ്പാദ്യത്തിലൂടെ സമ്പാദിച്ച വാഹനത്തിൽ ചീറിപ്പാഞ്ഞ് ഖബർസ്ഥാന്റെ അടുത്തുകൂടെ പോകുമ്പോഴും ഒരു സലാം പറയാൻ കഴിയാത്ത മക്കളുണ്ട്. അങ്ങനെ പടച്ചു പോകുന്ന ബുള്ളറ്റിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. വാപ്പാന്റെ സമ്പാദ്യമാണത്. ഇതൊന്ന് നിർത്തിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ശേഷിയില്ലാത്ത മക്കൾ. അല്ലെങ്കിൽ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കുക. ഏത് ഖബർസ്ഥാനിലൂടെ പോകുമ്പോഴും സഹാബികളും സലഫുസ് സാലിഹീങ്ങളും അസ്സലാമു അലൈക്കും ദിയാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹും വർഹംഹും. അത് എന്റെ വാപ്പുണ്ടോ ഉമ്മണ്ടോന്നില്ല. ഖബർസ്ഥാനിൽ മുസ്ലിം വിശ്വാസികള് കവർ ചെയ്ത് കിടക്കുന്ന സ്ഥലത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ച എല്ലാവർക്കും ചെല്ലാൻ വേണ്ടിയാണ്, എല്ലാവർക്കും പറയാൻ വേണ്ടിയാണ്. കാരണം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തുദക്കിറുൽ ആഖിറ, മരിച്ചു പോകണമെന്ന ചിന്തയാണ്, മരിച്ചു പോകണമെന്ന ആഗ്രഹമാണ്. അപ്പൊ സാലിഹീങ്ങളായ സന്താനങ്ങളുടെ ലക്ഷണമാണ് തന്നിൽ നിന്ന് വേർപെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ ഇടക്കിടക്ക് സന്ദർശിക്കുക എന്ന് പറയും. അത് സലഫു സാലിഹീങ്ങൾ പുലർത്തിയ ചര്യയാണ്. നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടായാലും ഒരു തിരക്കില്ലാതെ വിശ്രമിക്കുന്ന ഒരു സമയം വരും. നമ്മൾ എത്ര വലിയ മനുഷ്യനായാലും അകമ്പടികളോടുകൂടി 10-20 കാറുകളുടെ അകമ്പടിയോട് സഞ്ചരിക്കുന്ന വലിയ വലിയ ഭരണാധികാരികൾ സ്വന്തം കാര്യം നോക്കി മാത്രം വിശ്രമിക്കുന്നൊരു സമയം വരും.
ആ സമയത്ത് അവർക്ക് കൂട്ടിനുണ്ടാവുക ഭൗതികമായൊരു അകമ്പടികളല്ല, നമ്മുടെ പ്രാർത്ഥനകളാണ്. അപ്പൊ പ്രാർത്ഥനകൾ, അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ഖബറിനെ കുറിച്ച് ആര് പറഞ്ഞാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുന്നതാണ്. തല കുനിച്ചാണ് അദ്ദേഹം നടന്നു പോകാറുള്ളത് ഖബറിന്റെ അടുത്തെത്തുമ്പോൾ. എന്നിട്ട് മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ മൻസിലും ഫി മനാസിലിൽ ആഖിറ, പരലോകത്തിൽ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ് ഖബർ. അവിടെ രക്ഷപ്പെട്ട പിന്നെ ബേജാറില്ല, എമിഗ്രേഷൻ ക്ലിയർ ആണ്. അതുകൊണ്ട് ഖബർസ്ഥാൻ കണ്ടാലും കേട്ടാലും കരയുന്ന ഒരു മനുഷ്യനായിരുന്നു, സഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം അത് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ചിന്തകളാണ്, വിചാരങ്ങളാണ്. ഈ വിചാരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണത് സന്ദർശിക്കണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് വിട്ടുപോകാനൊരു ലോകമുണ്ട് എന്നും ഈ ലോകം ശാശ്വതമല്ല എന്നും നമ്മളെ ബോധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരലോക ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദുനിയാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, സൂക്ഷിച്ചും ശ്രദ്ധിച്ചു നിന്നിട്ടില്ലെങ്കിൽ എടറിപ്പോകാൻ സാധ്യതയുള്ള പളവളപ്പുള്ള ഒരു സാധനമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അതിന്റെ ആകർഷണീയതയിൽ ഒട്ടുമിക്ക ആളുകളും എടറിപ്പോകും. അതിനങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യമൊക്കെ ആവർത്തിച്ച് പറഞ്ഞാലേ സുബൈക്ക് ജമാഅത്തിന് ഒരാൾ വരും. കിടന്നുറങ്ങാന്ന് പറയുന്നതാണ് ആളുകൾക്ക് ആകർഷണീയമായ കാര്യം. രാവിലെ എഴുന്നേൽക്കാതെ ഉറങ്ങുന്നതാണ് ആളുകൾക്ക് ആകർഷണീയമായ കാര്യം. എഴുന്നേറ്റ് പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് അസാമാന്യമായ ഇച്ഛാശക്തിയുടെ ഒരു അടയാളമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഹവ എന്ന് പറയുന്നതെല്ലാം ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഹവയെ ബ്രേക്ക് ചെയ്യണം, അതിനെ അതിജയിക്കണം. അതിജയിക്കാൻ സാധിക്കുമ്പോഴേ ഒരാൾ പരലോകത്തേക്കുള്ള സഞ്ചാരം ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വല്ലാഹിറത്തു ഖൈറും വഅബ്ഖ. ദുന്യാവിനെ കുറിച്ച് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടിൽ യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഇതൊരു യബ്ലുവക്കും, ഇതൊരു എക്സാം സെന്ററാണ്, പരീക്ഷ എഴുതുന്ന സ്ഥലമാണ്. ഇവിടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ പരീക്ഷാ സെന്ററിലുള്ള ഒരു ജാഗ്രത, സാധാരണ ഒരു ക്ലാസ്സിലുള്ള ജാഗ്രത ആയിരിക്കില്ലല്ലോ പരീക്ഷാ സെന്ററിൽ ഉണ്ടാവുക. ആ ഒരു ജാഗ്രതയിലാണ് വിശ്വാസികൾ എന്ത് ചെയ്യേണ്ടത്? ദുന്യാവിൽ ജീവിക്കേണ്ടത്. പടച്ച തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനെ നിയോഗിച്ചതിന്റെ അടിസ്ഥാനം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നന്നാവണത് കേടാവണത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. അത് പരീക്ഷിക്കാനുള്ളൊരു സ്ഥലമാണ് ഈ ദുന്യാവ്, ഭൂമി, നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങൾ ആത്മവിചാരണ നടത്തുക. ദുന്യാവിൽ എല്ലാ ദിവസവും ആത്മവിചാരണ നടത്തുന്ന ഒരാൾ, അയാളുടെ ശരിയായ വിചാരണ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും, എളുപ്പവും. നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ യസ്സിർ ഹിസാബൻ, അള്ളാഹുവെ ഹിസാബ് എളുപ്പാക്കണം. യസീറ, ഹിസാബൻ യസീറ. ഒരാളെ പടച്ചോ കണക്ക് നോക്കി പിടിക്കാൻ തീരുമാനിച്ചാൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടൂല. യസീറായ ഹിസാബ്, ലഘുവായ ഹിസാബ് എന്നതാണ് നമ്മൾ ആവശ്യപ്പെടാറുള്ളത്. അങ്ങനെ ആവണമെങ്കിൽ ഭൂമിയിൽ അയാൾ വിചാരണ നടത്തുന്ന മനുഷ്യനാവണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പറയാർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ അത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആളുകളെ വെച്ചിരുന്നു. എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചാൽ അത് ഉണർത്താൻ വേണ്ടി ചില ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അവസാനം മുടി നരച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാരും അത് ചെയ്യണ്ട, മുടി എന്നെ ഓർമ്മിപ്പിച്ചോളും, മുടി എന്നെ അത് ഓർമ്മിപ്പിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ഈ വടി എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാത്രി ബെഡിലേക്ക് തിരിച്ചു വന്നത് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർക്കും, വിശകലനം ചെയ്യും. പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ കാലിൽ ഇങ്ങനെ അടിക്കും ഉമർ റളിയല്ലാഹു അൻഹു. ഉമറെ, നീ ചെയ്തത് ശരിയായില്ല,
ചെയ്തത് ശരിയായില്ല. ഒരു ദിവസം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, എല്ലാ ദിവസവും രാത്രി ഞങ്ങള് ആ പരിസരങ്ങളിലൊക്കെ പോകും, എന്തെങ്കിലും ആളുകൾക്ക് പ്രയാസമുണ്ടോ നോക്കും. അപ്പൊ കൂടെ ഒരു സഹാബി ഉണ്ടാവും. ആ ദിവസം പോയത്, അന്ന് രാത്രി പോയത് ഞാനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ പോയി. ആ വീട്ടിലെത്തിയപ്പോ അവിടെ ഒരു സ്ത്രീ കുട്ടിയെ മുലകുടി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുട്ടി ഇങ്ങനെ കരയുന്നു. ഞങ്ങൾ ചെന്ന് ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ കരയിക്കണത്? അപ്പൊ ആ ഉമ്മ പറയാണ്, ഇവിടത്തെ ഭരണാധികാരി മുലകുടി മാറിയ കുട്ടികൾക്കാണ് റേഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ റേഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ സുബൈ നിസ്കാരത്തിന് വന്നപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമാമാണ്. ഞങ്ങൾ ഒരു ഹർഫ് പോലും ഉമറിന്റേത് കേട്ടില്ല. ഏങ്ങിയുള്ള കരച്ചിലല്ലാതെ. നമസ്കാരം കഴിഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉമറിന് നാശം. എത്രയെത്ര കുട്ടികളാണ് ഉമർ കാരണം ഇങ്ങനെ ഏങ്ങി കരഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും ഈ രാജ്യത്ത് റേഷൻ നിയമമുള്ളതായി ഞാൻ പ്രഖ്യാപിക്കും. ഇങ്ങനെ ആത്മവിചാരണ നടത്തിയ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമറുൽ ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. എന്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമറുൽ ഖത്താബ്, അത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും തനിക്ക് ഏറ്റവും കൂടുതൽ അധികാരമുള്ള സന്ദർഭത്തിൽ കൂടുതലായി ആത്മവിചാരണ നടത്തിയിരുന്ന ആളായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാവരും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅമൽ ബഅദ്. ഞാന് ചെയ്ത എല്ലാ കാര്യത്തിന്റെയും ഷർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു. നമ്മളൊരു കാര്യം ചെയ്താൽ ആ കാര്യം മാത്രമല്ല ഭൂമിയിൽ സംഭവിക്കുക, അതിന്റെ ആസാറുകൾ ഉണ്ടാവും. നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഇമ്പാക്ട്, ആ ഇമ്പാക്ട് കൂടി നോക്കിയിട്ടാണ് അല്ല കർമ്മങ്ങൾ അണക്കുക. ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല, അത് ഭൂമിയിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കി, നിന്റെ കുടുംബത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കി, നിന്റെ കച്ചവടത്തിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നൊക്കെ വിലയിരുത്തും. നമുക്ക് ശേഷം അതിന്റെ ആസാറുകളുണ്ടോ. നല്ല ആസാറുകൾ അവശേഷിപ്പിക്കുക നല്ല കർമ്മത്തിന്റെ ലക്ഷണമാണ്. ചിലത് നല്ലത് വിചാരിച്ച് ചെയ്തതും ചിലപ്പോ ആസാറ് മോശമായിരിക്കും, അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് മിൻ ശർരി മാ അമിൽതു, ചെയ്തതൊക്കെ നല്ല ഉദ്ദേശം കൊണ്ടാണ്, പക്ഷേ നടന്നുപോയത് അങ്ങനല്ല. അതുകൊണ്ട് ഈ സംഭവിച്ചു പോയതിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ശൈലിയാണ്. ഒരു ദിവസം 100 തവണ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാ ചോദിച്ചാൽ, വിശ്വാസികളായ ആളുകൾ എപ്പോഴും അവരെ തെറ്റിൽ നിന്ന് സദാ ജാഗ്രതയോടുകൂടി തിരിച്ച് നന്മയുടെ വഴിയിലേക്ക് കയറണമെന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തെറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മവിമർശനത്തിന് പകരം മറ്റുള്ളവരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ഈ വർഷം നമ്മുടെ ഒരു പോരായ്മയായിട്ട് നമ്മൾ കാണുന്ന അതാണെന്ന് നോക്കുക. ആ മറ്റുള്ളവരുടെ വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം സ്വന്തത്തെക്കുറിച്ച് നിങ്ങൾ സംതൃപ്തനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ നല്ലവനാണ്, മറ്റവൻ കുഴപ്പക്കാരനാണെന്നുള്ളതുകൊണ്ടാണല്ലോ അവനെ കുറ്റം പറയണേ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ആളുകൾ നിങ്ങളെ ഞങ്ങൾ സഹവസിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ എന്ന് പറയുന്ന താബിയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിച്ചൊരു ജൂതമത വിശ്വാസിയാണ്. ആ ജൂതമത വിശ്വാസി തന്റെ വീട് വിറ്റിട്ട് വേറെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ മാർക്കറ്റിൽ ഇല്ലാത്ത ഇരട്ടി 4-5 ഇരട്ടി വിലയാണ് വീടിന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പറയാണ്, ഇത് വീടിന്റെ വിലല്ല, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന അയൽവാസിയുടെ വിലയാണ്. അത്ര നല്ല അയൽവാസിന് കിട്ടണമെങ്കിൽ 4 ഇരട്ടി വില കൊടുക്കണം.
എന്നാണ്. ഒരു പേന എഴുതാൻ വാങ്ങിയിട്ട്, ഒരു സാധനം എഴുതാൻ വാങ്ങി, അത് വാങ്ങിയ ആള് മറന്ന് തിരിച്ചുപോയി. ആ പേന കൊടുക്കാൻ വേണ്ടി 100-ലധികം കിലോമീറ്ററുകൾ, മൈലുകൾ യാത്ര ചെയ്തു അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്. ഇത്ര സൂക്ഷ്മതയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തോട് പറയാൻ, നിങ്ങളുമായി ഞങ്ങൾ സഹവസിച്ചിട്ട് ഒരു മനുഷ്യനെയും കുറ്റം പറയണേ ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താ കാരണം? അബ്ദുല്ലാഹ് മുബാറക് പറയാൻ, ഞാൻ എന്നിൽ സംതൃപ്തനല്ലാത്തത് കൊണ്ട്. ഞാൻ മതിയായവനാണെന്ന് എനിക്ക് തോന്നിയാലല്ലേ വേറുള്ള ആളെ കാര്യത്തിൽ നോക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് എന്നിൽ ഞാൻ സംതൃപ്തനല്ല എന്നതുകൊണ്ടാണ് വേറെ ഒരാളെ കുറ്റം പറയാത്തത്. സലഫു സാലിഹ്യങ്ങളുടെയും സഹാബ കിറാമിന്റെയും എല്ലാം ജീവചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവരെല്ലാം സ്വന്തത്തിന്റെ കാര്യത്തിൽ ആദിയുള്ള മനുഷ്യരാണ്. നഫ്സി 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 എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. പരലോകത്ത് വെച്ചിട്ട് എന്റെ കാര്യം എന്ന് വേവലാതിപ്പെടുന്ന ആളുകൾ അള്ളാഹു ഏറ്റവും കൂടുതൽ പദവികളും ദറജകളും നൽകി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവരെ കാവലാതി. നമ്മളെല്ലാവരുടെയും ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു ആവറേജ് ആയാൽ തന്നെ നമ്മൾ ഓക്കെ ആയി നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ടില്ല. പിന്നെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വന്തത്തിന്റെ കർമ്മങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിൽ, ഇപ്പൊ ഖുർആൻ പാരായണത്തിൽ, ഖുർആൻ പഠനത്തിൽ, ദിക്റുകളിൽ, ദുആകളിൽ, നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൽ എവിടെയാണോ പോരായ്മ, കാരണം ഓരോരുത്തരുടെയും പോരായ്മ അവനവന് മാത്രം അറിയുള്ളൂ, വേറുള്ള ആൾക്കറിയില്ല. ആ പോരായ്മ തിരുത്തി മുന്നോട്ട് പോവുക. സ്വന്തത്തെക്കുറിച്ച് മാത്രം കൂടുതൽ ആലോചിക്കുക. ആത്മീയമായ കാര്യങ്ങളിൽ സ്വന്തത്തെക്കുറിച്ചാണ് ബേജാർ. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ആർക്കാണ്? അവനാന് വേണ്ടിയാണ്. എവിടെ എത്തിയാലും പ്രാർത്ഥിക്കുക. ഒരുപാട് ആള് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ വസിയത്ത് ചെയ്തവർക്കല്ല പ്രാർത്ഥിക്കുക. ആദ്യം പ്രാർത്ഥന അവനവന് വേണ്ടിയാണ്. തന്റെ ഇസ്തിഗ്ഫാറാണ്, തന്റെ സ്വർഗമാണ്, തന്റെ ആഖിബത്താണ്. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്, പടച്ചോൻ എന്റെ ആഖിബത്ത് നന്നാക്കണം. അവസാനം നന്നാക്കിയ ആദ്യം നന്നാവും, അവസാനം നന്നായി ആദ്യം നന്നാവും. അപ്പൊ ആ പ്രാർത്ഥന അവനവന് വേണ്ടിയാവുന്ന എന്തുകൊണ്ടാണ്? അവനവന്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധയുണ്ടാവേണ്ടത്. വേറെ ഒരാളെ നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്ത് നന്മയുടെ കാര്യത്തിൽ അയാൾ എന്നെക്കാൾ പഠിച്ച ആളാണ്, എന്നെക്കാൾ വിവരമുള്ള ആളാണ്, പക്ഷെ അയാൾ ഇങ്ങനൊക്കെയല്ലേ ചെയ്യണുള്ളൂ, അപ്പൊ ഞാനത്ര ചെയ്താൽ മതി, കുറച്ചാക്കിയാൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സഹാബികളുടെ ജീവിതങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അവര് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും സ്വന്തത്തെക്കുറിച്ച് ആവലാതിയും വേവലാതിയുമുള്ള ആളാണ്. മറ്റൊന്ന്, ചെറിയ തെറ്റാണെങ്കിലും ന്യായീകരിക്കാൻ പാടില്ല. ചെറിയ തെറ്റാണ്, ഇവിടെ തെറ്റ് ന്യായീകരിച്ചാൽ അത് വലിയ തെറ്റായി മാറും. ഒരാൾ ചെറിയ പാപമാണ് ചെയ്യണത്, പക്ഷെ അതിലയാൾ ഉറച്ചു നിൽക്കുകയാണ്. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ചെറിയ പാപവും അപ്പോൾ വൻപാപമായി മാറും. ഒരു പാപത്തിലും നമ്മൾ ഉറച്ചു പാപമാണ്, തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിന്ന് ഉടനെ പിന്തിരിഞ്ഞു പോവുക. ഒരിക്കലും നമ്മൾ അതിനെ ന്യായീകരിച്ചു കളയരുത്. ആ ന്യായീകരണം നമ്മുടെ പാപത്തിന്റെ വ്യാപ്തിയും ആഴവും വർദ്ധിപ്പിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളിയായി അവശേഷിക്കും. അങ്ങനെ ഹൃദയം എന്ന് പറയുന്നത് പ്രകാശപൂരിതമാകേണ്ട സ്ഥലത്ത് കറുപ്പ് വന്നു കഴിഞ്ഞാൽ, അവിടെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ, പിന്നെ നന്മയുടെ എല്ലാ വാതിലുകളും അയാൾക്ക് സീല് വെച്ച് കളയും. നന്നാവാൻ ശ്രമിച്ചാലും നന്നാവാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ തിന്മകളെ ന്യായീകരിക്കുകയോ മറ്റുള്ളവരെ കൂടുതൽ വിമർശിക്കുകയോ അതുപോലെ തന്നെ നന്മയുടെ കാര്യത്തിൽ വേറെ ഒരാളെ താരതമ്യം ചെയ്തൊരു ലാഘവത്വം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന പ്രകൃതി അല്ലെങ്കിൽ ഒരു അവസ്ഥ, സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നന്നായി. നാളെ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട എല്ലാവരും കഴിഞ്ഞ ജനുവരിയിൽ 1-ാം തീയതി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ്. നമ്മുടെ കൂടെ ജുമഅക്ക് വന്ന ആളുകളെല്ലാം ഇതേ 1-ാമത്തെ സഫിലും 2-ാമത്തെ സഫിലൊക്കെ സന്തോഷത്തോടു കൂടി നിന്ന നമ്മുടെ ബന്ധുക്കളെല്ലാം 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ്. അതുകൊണ്ട് ആ ഒരു യാത്രയിലേക്ക് വേണ്ട കരുതി വെപ്പൽ കയ്യിസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിയുള്ള മനുഷ്യൻ നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഒരുക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. അതിലേറ്റവും വലിയ പാതയം തഖ്വയുടെ പാതയമാണ്. അതുകൊണ്ടാണ് നാളേക്ക് വേണ്ടി സമ്പാദിക്കാൻ അള്ളാഹു പറഞ്ഞെടുത്ത് 2 തവണ തഖ്വയെ കുറിച്ച് പറയാനുള്ള കാരണം സമ്പാദ്യങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് തഖ്വയുടെ വിഭവമാണ്. അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് എപ്പോഴും ആവർത്തിച്ചുണർത്തേണ്ട ഒരു നസീഹത്താണ്. ഖുതുബകളിൽ 2 തവണ എല്ലാ ആഴ്ചയും
ഖതീബ് പറയുന്ന വസിയത്താണ് തഖ്വ എന്ന് പറയുന്നത്. കാരണം തഖ്വയുടെ വസിയത്ത്, തഖ്വയാണ് മനുഷ്യന്റെ വിശ്വാസിയുടെ തിരക്കുകളിൽ അവൻ ഒരുക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവം എന്ന് പറയുന്നത്. ആ വിലപിടിപ്പുള്ള വിഭവമായി കാരുണ്യക്കടലായ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്കും നമ്മിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.